ഹായ് പാർട്ട്നേഴ്സ്, കമ്പനിയുടെ ഇൻകം ടാക്സ് കണക്കാക്കുന്നത് മുഴുവൻ സെയിൽസിൻ്റെ മുകളിലാണോ? അല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതാണ് ടാക്സ് ബേസ്. ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. സൗദി ഇൻകം ടാക്സ് നിയമങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി വിശദീകരിക്കുന്ന പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. ഇൻകം ടാക്സ് നിയമത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ നികുതി കണക്കാക്കുന്ന യഥാർത്ഥ തുക. ഇത് നിങ്ങളുടെ ആകെ വരുമാനം അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം അല്ല, മറിച്ച് ആകെ വരുമാനത്തിൽ നിന്ന് നിയമം അനുവദിക്കുന്ന എല്ലാ എക്സ്പെൻസും ഡിഡക്ഷനുകളും കുറച്ചതിന് ശേഷം ബാക്കി വരുന്ന അന്തിമ തുക, അതാണ് ടാക്സബിൾ ഇൻകം, നിങ്ങളുടെ ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കമ്പനിക്ക് ഒരു വർഷം 10 ലക്ഷം റിയാൽ വരുമാനമുണ്ട്. പക്ഷേ ശമ്പളം, വാടക, റോ മെറ്റീരിയൽസ്, അതുപോലെ നിയമം അനുവദിക്കുന്ന മറ്റു ചെലവുകളെല്ലാം കൂടി 8 ലക്ഷം റിയാലുണ്ട് എങ്കിൽ നിങ്ങളുടെ ടാക്സ് ബേസ് 10 ലക്ഷമല്ല, മറിച്ച് 2 ലക്ഷം റിയാൽ മാത്രമാണ്. ഈ ടാക്സ് ബേസ് കിട്ടിയാൽ അതിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്, എന്തൊക്കെയാണ് ഇൻകം ടാക്സ് റേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്യുറേറ്റ്.